ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് അടിപതറിയത് എവിടെയാണ്? മൂന്നാം ദിനത്തിൽ പ്രതീക്ഷയോടെ മത്സരം ആരംഭിച്ചപ്പോൾ ഓസീസ് ബോളർമാർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാതെ വാലറ്റം വീണുപോയി. ഇന്നിംഗ്സ് തോൽവിയിലേക്ക് പോകുമെന്ന് ഭയന്ന നിമിഷങ്ങൾ, ആരെങ്കിലും പിടിച്ചു നിന്നിരുന്നെങ്കിൽ എന്ന് അല്പമെങ്കിലും ആശ്വാസം തോന്നിയ നിമിഷങ്ങൾ. 19 എന്ന വിജയ റൺസ് ലക്ഷ്യമാക്കി ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന് അനായാസ ജയം. 10 വിക്കറ്റിന് ഇന്ത്യക്ക് തോൽവിയേറ്റ് തലകുനിച്ച് മടങ്ങേണ്ടി വന്നു. ഇതോടെ പരമ്പരയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പത്തിനൊപ്പമെത്തി. ആദ്യ ദിനത്തിലെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ നടത്തിയ ഒരു തിരിച്ചുവരവുണ്ട്. അത് ഇത്തവണയും ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതുമാത്രം ഉണ്ടായില്ല. മാത്രമല്ല, ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ ഗ്രൗണ്ടിൽ കഷ്ടപ്പെടുന്ന ഇന്ത്യയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓസീസ് ബോളർമാരായ മിച്ചൽ സ്റ്റാർക്കിൻ്റെയും കമ്മിൻസിൻ്റെയും ബോളിന് മുമ്പിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് കമ്മിൻസ് നേടിയപ്പോൾ ബൊലാർഡ് 3 വിക്കറ്റും മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റും നേടി. 2 ഇന്നിംഗ്സിലായി 8 വിക്കറ്റുകളാണ് സ്റ്റാർക്ക് നേടിയത്. ട്രാവിസ് ഹെഡിൻ്റെ 140 റൺസ് എന്ന കരുത്താണ് ഓസീസിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം ബോളർമാരുടെ കരുത്തുകൂടി ആയതോടെ വിജയം കൈവെള്ളയിലായി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് രണ്ടാം മത്സരത്തിൽ സംഭവിച്ച പിഴവ് ബാറ്റിംഗിലാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് തന്നെ നമുക്ക് മറുപടി പറയേണ്ടി വരും. ഒന്നാം മത്സരത്തിലെ കൂട്ടുകെട്ട് നിലനിർത്താനായി രാഹുലിനെയും ജയ്സാലിനെയും തന്നെ ഇക്കുറിയും ഇറക്കി. എന്നാൽ ആ കൂട്ടുകെട്ട് അധികം നീണ്ടു നിന്നില്ല. 2 ഇന്നിംഗ്സുകളും ആ കൂട്ടുകെട്ട് അധികം മുന്നോട്ട് പോയില്ല. രണ്ടാം മത്സരത്തിൽ ടീമിനൊപ്പം ചേർന്ന ക്യാപ്റ്റൻ തൻ്റെ ഓപ്പണിംഗ് സ്ഥാനം ഇത്തവണയും വിട്ടു നൽകി. 5-മതാണ് രോഹിത് ശർമ്മ ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതലൊന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല. 7-മതിറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യക്കായി മികച്ച മുന്നേറ്റം നടത്തിയത്. 42 റൺസാണ് അദ്ദേഹം നേടിയത്. ഒന്നാം മത്സരത്തിലെ ഇന്ത്യ നേടിയ ആധിപത്യം രണ്ടാം മത്സരത്തിൽ ഓസീസ് തിരിച്ചു പിടിക്കുകയായിരുന്നു. ഒപ്പം അന്ന് നടത്തിയ വെല്ലുവിളികൾക്കുള്ള മറുപടി കൂടിയായിരുന്നു രണ്ടാമത്തെ മത്സരം. മൂന്നാം മത്സരത്തിൽ കാര്യമായ മാറ്റവും വരുത്തിയായിരിക്കും ഇന്ത്യ ഇറങ്ങുക. ബാറ്റിംഗ് ഓർഡറിലടക്കം ആ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാറ്റിംഗിൽ മുൻനിര പോരാളികൾ നൽകുന്ന ആത്മവിശ്വാസം തന്നെയാണ് തുടർന്ന് ബാറ്റ് ചെയ്യാൻ എത്തുന്നവർക്ക് നൽകുന്ന കരുത്ത്. അടുത്ത മത്സരം റെഡ് ബോളിലാണ്, ഡേ മത്സരവുമാണ്. അതിനാൽ വിജയിച്ച് പരമ്പരയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.